ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. ഇന്ന് എല്ലാവരും കൂടി ഫുഡൊക്കെ ഓരോ വെറൈറ്റി കൊണ്ടുവന്ന് എന്നിട്ട് നമ്മൾ സദ്യ കഴിച്ചത് കേട്ടോ. നമുക്ക് ഓണം ആവണം എന്നൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഇതേപോലെയൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും കൂടി വന്ന് ഇതേപോലെ കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. എൻ്റെ പുതിയാപ്പിൾക്ക് കിട്ടിയത് ശർക്കര ഉപ്പേരി വറുത്തയക്കരുത്, എനിക്കിത് സാമ്പാറാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൊണ്ടുവരുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ സാമ്പാർ, നല്ല അടപ്രഥമൻ, പായസം ഉണ്ട്, പിന്നെ സേമിയ പായസം. മൂന്നാൾക്കായിരുന്നു പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന്, പിന്നെ അവില്, അങ്ങനെ ഓരോരുത്തർ നറുക്കിട്ടിട്ടാണ് നമ്മൾ എടുക്കാത്. അങ്ങനെ കലിക്ക വെള്ളമാണ് അത്. വീട്ടുകാർക്ക് ചോറും പിന്നെ വെള്ളം കലക്കലും ചായയൊക്കെ, വൈകുന്നേരത്തെ ചായക്കാണ് അവരെ ഇത്. അല്ലാതെ അവിടെ ചോറൊക്കെ വെച്ചെടുപ്പാണ്. ഇത് നാത്തൂൻ്റെ മരുമോള് ചായൻ്റെ സ്നാക്സ് കൊണ്ടിരുന്നതാണ്. നാത്തൂൻ്റെ മോളെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ പരിപാടി ഉള്ളത്. ഇത് നമ്മൾ ഓരോരുത്തർക്കും ഓരോന്ന് ഇടും. അങ്ങനെ അതാ എല്ലാവരും ഓരോന്ന്, കിട്ടിയവരൊക്കെ ഓരോന്ന് വരുന്നുണ്ട്. എല്ലാവരും പാത്രത്തിലൊക്കെ ആക്കി വരാനൊക്കെ കുറച്ചൊരു ടാസ്ക് തന്നെയാണ്. എല്ലാ സാധനമൊക്കെ ആയിട്ട് 1 മണിയാകുമ്പത്തി 12:30 1 മണിയാകുമ്പത്തിനൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോരുത്തർ വരുന്നുണ്ട്. മൂത്തളിയനാണ്, പെങ്ങളും ഒക്കെയാണ് വരുന്നത്. അങ്ങനെ അത് ഓരോരുത്തർ അവിടേക്ക് വെക്കാന്ന് പറയാണ്. സാമ്പാറും മോര്, രസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയത് ഇത് ഓരോന്ന് താങ്ങി പിടിച്ച് വരുമ്പോൾ നല്ല രസമാണ് അല്ലേ കാണുമ്പോൾ. കേബേജ് ഉപ്പേരി. അപ്പൊ നമുക്ക് എന്താണ്, എല്ലാവർക്കും കൂടി കൂടലുമായി, ആർക്കും ഒരു ഭാരം ഇല്ലാതെ എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇത് രസമാണ്. പപ്പടമൊക്കെ പൊരിച്ചിട്ടിട്ടുണ്ട്. എല്ലാവരും ഓരോ വെറൈറ്റി ആക്കി കൊണ്ടുവരും. പായസം അതേപോലെ തന്നെ പല വെറൈറ്റി ആയിരുന്നു. നല്ല ടേസ്റ്റില് മോര്, നല്ല വലിയ പാത്രത്തിലൊക്കെയാണ് മോരുള്ളത്. അങ്ങനെ ഓരോരുത്തർ വന്ന് ഇതൊക്കെ പിന്നെ വിളമ്പി ഒപ്പിക്കൽ അതൊരു വേറൊരു ടാസ്ക്കാണ്. ഇത് ജമീലന്റെ മൂത്ത മരുമക്കും പലഹാരമാണ് കിട്ടിയത്. അങ്ങനെ ഒരു നാത്തൂൻ്റെ മോള് പ്യാപ്പിള വന്ന് ഞാൻ കയറാൻ പറഞ്ഞിട്ട് നേരെ ഇല്ലാതെ പോവാണ്. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കും, വേഗം വരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഓരോരുത്തർ വരുന്നുണ്ട്. രണ്ട് പിന്നെ സാമ്പാറ്, അവയില് കൂട്ടുകറിയൊക്കെ ഓരോന്നുള്ളൂ കേട്ടോ. നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ലെവലിലായിട്ടാണ് അങ്ങനെ നറുക്കിടല്. അങ്ങനെ കുട്ടികളൊക്കെ കരിയാണ് ഫോണിന് വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാവർക്കും ഫോണാണല്ലോ വീട്ടില്. എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് നോക്കാനോ കാണാനോ പണ്ടത്തെ മാതിരി ഒന്നിനും നേരില്ല. എല്ലാവർക്കും ഒരു ഫോൺ കിട്ടിയാൽ മതി. അങ്ങനെ അതാ ഓരോന്ന് ഇലയിൽ വിളമ്പുണ്ട്. വലിയവർക്ക് പിന്നെ നിലത്തിരിക്കാൻ പറ്റാത്തവർക്ക് ടേബിളിൽ വെച്ച്, അല്ലാത്തവർക്ക് പിന്നെ നമ്മൾ നിലത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവരൊക്കെ മുതിർന്നവരൊക്കെ ടേബിളിൽ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ താഴത്ത്, കുട്ടികളല്ല നമ്മളൊക്കെ പിന്നെ കണ്ടോ ഫോണ് കണ്ടിട്ട് ഫുഡ് കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ഇഷ്ടമുള്ളത് മാത്രം വാങ്ങിയിട്ട് കഴിക്കാൻ. അവരിപ്പോഴത്തെ മക്കളൊക്കെ ഫോണില്ലാതെയൊന്നും ആർക്കും അങ്ങോട്ട് ഇറങ്ങൂല ചോറ്. അങ്ങനെ നല്ല അടിപൊളി ഒരു സദ്യയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണെങ്കിലും നല്ല, എല്ലാവർക്കും അറിയുന്നതിനെ കൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. എല്ലാം നല്ല ടേസ്റ്റ്. ഈ ഫുഡ് കഴിക്കലല്ല ഇതിന്റെ ഒരു പ്രാധാന്യം. നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഉണ്ടാവുന്ന കുറേ രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ചെറിയ മോനിക്ക് എല്ലാവരും ഇരിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഓനൊറ്റക്ക് കഴിക്കാണ്. എന്താ സോയിക്ക് എനിക്ക് ഫുഡ് ഒറ്റക്ക് തന്നെ വേണമെന്ന് പറയാണ്. അങ്ങനെ കുട്ടികൾക്ക്, അങ്ങനെ ഒരു കുട്ടികൾക്കും ഒരു നല്ല മിംഗ്ലിംഗ് ഉണ്ടാവുക. വലിയവർക്ക് മാത്രമല്ല, കുട്ടികളും തമ്മിൽ നല്ല ഐക്യം ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് പിന്നെ എല്ലാവരും ഇങ്ങനെ കൂടുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഏതൊരു ഫാമിലിയിലായാലും നമ്മൾ ഒന്നിച്ച് കൂടുമ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ എപ്പോഴും കാണുമ്പോഴും തമ്മിൽ നമ്മൾ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും എന്താണ് നല്ല ഒരു അടുപ്പവും ഒരു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനൊക്കെ കഴിയും. അങ്ങനെ ഞാനും ഇരുന്ന് കഴിക്കാൻ നോക്കാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പ്രൈസ് കൊടുക്കണ ആള് അതാ നറുക്കെടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോന്ന് ഓരോ പ്രൈസ് കിട്ടാനും വേണ്ടിയിട്ട് എല്ലാരും ഇങ്ങനെ ചിരിച്ച് നിൽക്കാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ പേരിടല്ലായിരുന്നു. അങ്ങനെ 2 പ്രൈസിന്റെ ആൾ നമ്മളെ ജസീറാണ്. അപ്പോൾ കൊടുക്കലൊക്കെ എന്താണ്. പിന്നെ അടുത്ത പ്രാവശ്യത്തെ പിന്നെ ഡിസംബറിൽ നമ്മള് ഉണ്ടാവും പരിപാടി. അപ്പൊ അതിലേക്കുള്ള നറുക്കെടുക്കുക. അതും ഇതേപോലെ തന്നെ എല്ലാവർക്കും നറുക്കെടുത്തിട്ട് അന്ന് സദ്യ അല്ല, അന്ന് നെയ്ച്ചോറോ അങ്ങനെ കോഴി പൊരിച്ചതും കറി ഇഷ്ടവും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അതും ഇതേപോലെ ഇപ്പോഴേ നറുക്കെടുത്ത് വെച്ചാൽ പിന്നെ അന്നേരം നറുക്കിടാൻ ഒരു ദിവസം വേണ്ടല്ലോ. അപ്പൊ എല്ലാവരും കിട്ടിയവരൊക്കെ നല്ല നോക്കി നിൽക്കുന്നുണ്ട്. എന്താണ്
വേണ്ടിയത് എന്നുള്ളത് അറിയാം. പലഹാരം ഉണ്ടാവും, നെയ്ച്ചോറ് ഉണ്ടാവും, അങ്ങനെ ആയിട്ട്. അങ്ങനെ വൈകുന്നേരത്തെ ചായയൊക്കെ ആയിട്ട് അപ്പൊ ഇതിനൊക്കെ ചായന്റെ ഞാൻ പറഞ്ഞില്ല പലഹാരം ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ചായന്റെ ഒക്കെ എടുത്ത് വെക്കുമ്പോഴത്തേന് കഴിഞ്ഞ പ്രാവശ്യം പരിപാടിക്ക് കിട്ടിയ പ്രൈസ് കിട്ടിയവർക്കൊക്കെ കൊടുക്കാണ്. അത് നറുക്കെടുത്തിട്ട് എനിക്ക് എന്താ കിട്ടിയതെന്ന് അറിയായിട്ട് അവർക്കൊക്കെ ഭയങ്കര ഒരു ആകാംക്ഷ. അങ്ങനെ എനിക്ക് നെയ്ച്ചോറായിരുന്നു കിട്ടിയത്. ഇസ്റ്റ് കിട്ടിയവരുണ്ടായിരുന്നു. അപ്പൊ ഇസ്റ്റ് കിട്ടിയവര് എനിക്ക് തന്ന് നെയ്ച്ചോറ് അവരെടുത്തോളാ പറഞ്ഞ് അങ്ങനെ അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പാട്ടും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.